ഇപ്പോൾ നമ്മളൊരു 50 ആൾക്കുള്ള മുട്ടക്കറി അല്ലേ? അപ്പോൾ ഈ കാര്യം വെച്ചെന്ന് വയ്ക്കുക. ഉള്ളി ഇടുക, ഉള്ളി കുറച്ച് വഴണ്ടാൽ തക്കാളി ഇടുക. ഓക്കെ, ഇത് കുറച്ചാവട്ടെ കേട്ടോ. അതിനകത്ത് പച്ചമുളക് ജാസ്തി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി വരണ്ട് വെക്കട്ടെ. വെച്ചാൽ ഇളക്കുക. മുട്ട നമ്മളവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അത് കാണിച്ചിട്ട് നമുക്ക് പറ്റില്ല. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു, പച്ചമുളക് ഇട്ടു, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മൾ ഇളക്കിയ എല്ലാം വേണ്ടി തരട്ടെ. കുറച്ച് കൂടിയും കൂടി ഇടാം. മതി, എരി കുറച്ച് മതി. മുട്ട നമ്മൾ പിന്നെ വെച്ചിട്ടുണ്ട്. 6 എണ്ണത്തിലേക്കുള്ള കറിയാണ്. ഇതിലേക്ക് 4 തേങ്ങയും കൂടി പെരിഞ്ചീരകം കൂട്ടി അരച്ച് ഇതിൽ ഒഴിക്കണം. അപ്പോഴേ സെറ്റാവും. ഇനി ഒരു 4-5 തേങ്ങയും കൂടി പെരിഞ്ചീരകം കൂട്ടിയിട്ട് അടിക്കുക. എന്നിട്ട് ഇതിലുണ്ട് ഒഴിച്ചു കൊടുക്കുക. നമുക്കൊരു 50-60 ആൾക്കുള്ള മുട്ടക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ അവരാണ് ഇഷ്ടത്തിന് പാകത്തിനാക്കിക്കോള്. അതിർത്തിരണം കായ്ക്കടത്തിലുണ്ട്. ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിലേക്കുള്ള മുട്ട തണുപ്പിക്കാൻ വെള്ളത്തിലേക്ക് ഇടുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പണിയിലാണ്. അപ്പോൾ അത് തണുപ്പിക്കട്ടെ. മുട്ടയൊക്കെ നമ്മൾ ഇതിലിട്ട് കേട്ടോ. പിന്നെ ഇതിൽ എടുക്കാനുള്ള പച്ചമുളകൊക്കെ പിടിച്ചോട്ടെ. ഇട്ടാണ് ഓരോന്നും മെല്ലെ എടുക്കുക. പൊട്ടിയാലോ ചിട്ടോ. അടിച്ച പെണ്ണ പണി കൂടുതൽ ചെയ്യാം. അപ്പൊ എന്തിനാ നമുക്ക് അപ്പൊ നമ്മളെ മുട്ടക്കറി അങ്ങനെ റെഡി ആയിട്ടോ. ഇനി നമുക്ക് ബേക്കുക. നമ്മളെ മുട്ടക്കറി ഫുൾ സെറ്റ് കേട്ടോ. ഞങ്ങൾ പൊറോട്ട കൊണ്ടും അങ്ങോട്ട് കേൾക്കും. ഇപ്പോൾ ഇത് എന്തിനുള്ളതെന്ന് കൂടി പറയണ്ടേ. ഇന്ന് നമ്മൾ വോട്ടെടുപ്പാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തകർക്കുള്ള സംഭവമാണ്.